ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് കോൾട്ടേൻ എടുത്തിട്ട് വരാം. ദേ റാണി കണ്ട. എല്ലാവർക്കും വിഷ്ണു ലോകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കോൾ തേനീച്ച, കൊമ്പ് തേനീച്ച എന്നൊക്കെ അറിയപ്പെടുന്ന എപ്പീസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ തേനീച്ചകൾ കുത്തും. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിക്ക് നെറ്റ് മുഖാവരണം എടുക്കാം. കൈയുറയും ഈച്ചയെ ഒതുക്കാൻ പിന്നെ സ്മോക്കറും എല്ലാം സെറ്റ്. ഈ കാണുന്ന കുരുമുളക് ചെടിയിലാണ് കോൾ തേനീച്ച കൂട് കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായും എപ്പീസ് വിഭാഗത്തിൽ 4 തരം തേനീച്ചകളാണുള്ളത്: പെരുന്തേനീച്ച, കോൾ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ച, ഞൊടിയൽ തേനീച്ച. അതിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വളർത്താൻ കഴിയുന്നത് ഇറ്റാലിയൻ തേനീച്ചയും ഞൊടിയൽ തേനീച്ചയുമാണ്. നമ്മൾ ഈ കാണുന്ന ടൈപ്പ് തേനീച്ചകളെ നമുക്ക് പെട്ടിയിൽ വളർത്താൻ കഴിയില്ല. കോൽ തേനീച്ച, കൊമ്പ് തേനീച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തേനീച്ചകൾ. എപ്പിസ് ഫ്ലോറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോൾ തേനീച്ച സാധാരണയായി കുറ്റിച്ചെടികളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ അടയുണ്ടാക്കുന്നു. സാധാരണ ഞൊടിയൽ തേനീച്ചയുടെ ഒരടയുടെ വലിപ്പമുള്ള ഒറ്റ അടയാണ് കോൾ തേനീച്ചകൾ നിർമ്മിക്കുന്നത്. ഒരു നല്ല കോളനിയിൽ നിന്നും പരമാവധി 500 ഗ്രാം തേൻ ലഭിക്കും. ഏറ്റവും മാധുര്യമുള്ള തേനാണ് കോൾ തേനീച്ചയുടേത്. നല്ല ഔഷധ ഗുണമുള്ള തേനാണ്, എങ്കിലും ഉൽപാദനം കുറവാണ്. പൊതുവെ നമ്മൾ ശല്യമുണ്ടാക്കിയാൽ കൂടൊഴിഞ്ഞു പോകുന്ന പ്രകൃതക്കാരാണ് ഈ കോൾ തേനീച്ചകൾ. വ്യാവസായികമായി വളർത്താൻ സാധിക്കില്ല. കുറ്റിച്ചെടികളിലെ കൊമ്പുകളിൽ അട നിർമ്മിക്കുന്നതിനാൽ ഇവയെ കൊമ്പു തേനീച്ച എന്നും വിളിക്കാറുണ്ട്. അടകൾ നശിപ്പിക്കാതെ തേനെടുക്കാൻ സാധിക്കാത്തതിനാൽ ഒരിക്കൽ തേനെടുത്തു കഴിഞ്ഞാൽ കോൾ തേനീച്ചകൾ അട ഉപേക്ഷിച്ചു പോകും. ഇനി തേൻ്റെ കുറച്ച് സവിശേഷതകൾ പറയാം. അടിസ്ഥാനപരമായി തേൻ പഞ്ചസാരയുടെ ഒരു മിശ്രിതമാണ്. തേൻ ഒരു ദഹനം കഴിഞ്ഞ പദാർത്ഥമാണ്. പൂവിലും ചില സസ്യങ്ങളുടെ ഇലയിലെ ഗ്രന്ഥികളിലും ഉണ്ടാകുന്ന മധു അഥവാ നെക്ടർ ഈ ഈച്ചകൾ വലിച്ചു കുടിക്കുന്നു. അത് ഇവയുടെ ഉദരത്തിൽ ശേഖരിക്കുന്നു. ശേഷം തേനീച്ചയുടെ ഉദരത്തിൽ വെച്ച് ഈ ദ്രാവകം തേനീച്ചയുടെ ദഹനേന്ദ്രിയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇൻവെർട്ടേസ് എന്ന എൻസൈമുമായി കൂടിക്കലർന്ന് തേനിലെ സുക്രോസ് എന്ന ഇനം പഞ്ചസാരയെ ഫ്രക്ടോസ്, ലൗലോസ്, ഗ്ലൂക്കോസ് എന്നീ ലഘു പഞ്ചസാരകളാക്കി മാറ്റുന്നു. ഇങ്ങനെ വിഘടിപ്പിക്കുന്ന ഈ ദ്രാവകം വീണ്ടും പലതവണ പല ഈച്ചകളിലേക്ക് കൈമാറുന്നു. അങ്ങനെ പലതവണ ദഹനം നടന്ന ശേഷം ഈ ദ്രാവകം കൂട്ടിലെ തേനറകളിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം കൂട്ടിലെ തേനീച്ചകൾ സെക്കൻഡിൽ 250ഓളം ആവർത്തി ചിറകടിച്ച് ഈ തേനിലെ ജലാംശത്തെ കുറയ്ക്കുന്നു. അങ്ങനെ തേനിലെ ജലാംശം ഏകദേശം 20 മുതൽ 24% നിജപ്പെടുത്തി ഈച്ചകൾ തേനറകൾ സീൽ ചെയ്തു വെക്കുന്നു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷണമാണ്. മാക്സിമം അടകൾ നശിപ്പിക്കാതെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. ശേഷം ഇതേപോലെ ഒരു മുളങ്കമ്പിൽ ഈ അട കെട്ടിവെച്ചിട്ട് നമുക്ക് ഈച്ചയെ അതിലേക്ക് കയറ്റാം. ഈച്ചയെ ഒതുക്കാനായിട്ട് നമുക്ക് ഈ സ്മോക്കർ ഉപയോഗിക്കാം.
ഈ കാണുന്നതാണ് കോൽ തേനീച്ചയുടെ തേനട. ഇതായി വലിപ്പമുള്ളതാണ് കൂട്ടിലെ റാണി ഈച്ച. ഇനി ഈ അട നമുക്ക് പഴയ പൊസിഷനിൽ വെച്ച് കെട്ടിക്കൊടുക്കാം. റാണി ഉള്ളത് കൊണ്ട് തന്നെ മറ്റീച്ചകളെല്ലാം ഈ അടയിലേക്ക് വന്ന് കയറിക്കോളും. പൊതുവെ നമ്മൾ ശല്യം ചെയ്താൽ ഇവർ കൂട് ഉപേക്ഷിച്ച് പോകുന്നതാണ് പതിവ്. ഇത് സക്സസ്ഫുൾ ആകുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല, എന്നാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. കേരളത്തിൽ തേനിൻ്റെ ലഭ്യത ധാരാളമാണെങ്കിലും ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ശരാശരി യൂറോപ്യന്മാർ 15 മുതൽ 25 കിലോഗ്രാം വരെ തേൻ ഒരു വർഷം ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്കാരൻ്റെ ആളോഹരി ഉപയോഗം 10 ഗ്രാം മാത്രമാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോലും ആളോഹരി തേൻ ഉപയോഗം 3 ഗ്രാമിൻ മുതൽ 5 ഗ്രാം വരെയാണ്. തേനിൻ്റെ ഗുണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് തേൻ ഉപയോഗത്തിൽ കേരളീയർ പിന്നിലാകുന്നതിനു കാരണം. ഈ വീഡിയോയിലുടനീളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് തേനീച്ചകളെക്കുറിച്ചുള്ള അറിവുകളും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് പ്രതീക്ഷിക്കുന്നു. ഇത്രത്തോളം തേനാണ് നമുക്ക് കോൽ തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി അയച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റു വിശേഷങ്ങളുമായി എന്നാൽ പിന്നെ കാണാം.